നമസ്കാരം. നമ്മുടെ പുരാതന ഭാരതം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ തത്വചിന്തകന്മാരിൽ ഒരാളാണ് ആചാര്യ ചാണക്യൻ. അദ്ദേഹത്തിന്റെ ചാണക്യനീതി കേവലം രാഷ്ട്രീയമോ ഭരണതന്ത്രമോ മാത്രമല്ല, അത് ജീവിതം എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ പാഠപുസ്തകം കൂടിയാണ്. പലപ്പോഴും ചാണക്യൻ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. എന്നാൽ ആഴത്തിൽ പരിശോധിച്ചാൽ ഒരു സ്ത്രീയുടെ ആത്മബലത്തെയും ബുദ്ധിശക്തിയെയും അദ്ദേഹം എത്രത്തോളം ബഹുമാനിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു സ്ത്രീ എങ്ങനെയാകണം യഥാർത്ഥത്തിൽ കരുത്തയാകുന്നത്? അവളുടെ ശക്തിയുടെ ഉറവിടം എവിടെയാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ചാണക്യന്റെ ദർശനത്തിൽ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഭരണം അവളുടെ അറിവാണ്. ലോകത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു സ്ത്രീക്ക് ഏതിരുട്ടിലും വഴി കണ്ടെത്താൻ സാധിക്കും. ഇവിടെ അറിവ് എന്നുദ്ദേശിക്കുന്നത് വെറും പുസ്തക വായനയല്ല, മറിച്ച് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വിവേകമാണ്. അറിവുള്ള ഒരു സ്ത്രീക്ക് മുന്നിൽ ആരുടെയും ചതിപ്രയോഗങ്ങൾ വിജയിക്കില്ല. അവൾ തന്റെ അറിവിനെ ഒരു പരിചയായി ഉപയോഗിക്കുന്നു. ഈ അറിവ് തന്നെയാണ് അവളുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. എവിടെ മിണ്ടണം, എവിടെ മിണ്ടാതിരിക്കണം എന്നറിയുന്നതാണ് ഒരു സ്ത്രീയുടെ പക്വത. അവളുടെ വാക്കുകൾ മിതവും എന്നാൽ അർത്ഥവത്തുമായിരിക്കും. സത്യസന്ധതയും മര്യാദയും അവളുടെ സംസാരത്തിന്റെ മുഖമുദ്രയാണ്. ശാരീരികമായ കരുത്തിനേക്കാൾ മാനസികമായ കരുത്തിനാണ് ചാണക്യൻ പ്രാധാന്യം നൽകുന്നത്. പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാതെ പതറാതെ നിൽക്കാൻ അവൾക്ക് കഴിയുന്നു. ജീവിതത്തിൽ സങ്കടങ്ങളും പരാജയങ്ങളും സ്വാഭാവികമാണ്. എന്നാൽ അവയിൽ വീണുപോകാതെ സ്വയം എഴുന്നേൽക്കാനുള്ള ആത്മബലം അവൾക്കുണ്ട്. തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ അവൾക്കറിയാം. ദേഷ്യം വരുമ്പോഴോ സങ്കടം വരുമ്പോഴോ വിവേകം നഷ്ടപ്പെടാതെ പെരുമാറുന്നതാണ് ഒരു സ്ത്രീയുടെ യഥാർത്ഥ ശക്തി. ഇത്തരമൊരു സ്ത്രീക്ക് തന്റെ കുടുംബത്തെയും സമൂഹത്തെയും ഒരുപോലെ താങ്ങി നിർത്താൻ സാധിക്കും. അവൾ തനിക്ക് ചുറ്റുമുള്ളവർക്ക് ഒരു തണലായി മാറുന്നു. ഒരു വീടിന്റെ ഐശ്വര്യം അവിടുത്തെ സ്ത്രീയുടെ പെരുമാറ്റത്തെയും ചിന്താഗതിയെയും ആശ്രയിച്ചിരിക്കുമെന്നാണ് ചാണക്യനീതി പറയുന്നത്. കുടുംബാംഗങ്ങളെ ഒരേ ചരടിൽ കോർത്ത മുത്തുകൾ പോലെ സ്നേഹത്തോടെയും അച്ചടക്കത്തോടെയും കൊണ്ടുപോകുന്നതാണ് അവളുടെ വിജയം. എന്നാൽ ഇതിനർത്ഥം അവൾക്ക് സ്വന്തമായി ആഗ്രഹങ്ങളില്ല എന്നല്ല. സ്വന്തം ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യബോധം അവൾ പുലർത്തുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴും തന്റെ വ്യക്തിത്വത്തെയും അന്തസ്സിനെയും അവൾ കാത്തു സൂക്ഷിക്കുന്നു. പണം കൈകാര്യം ചെയ്യുന്നതിലും അവൾ അതീവ ശ്രദ്ധാലുവാണ്. സമ്പത്ത് അനാവശ്യമായി ചിലവാക്കാതെ വരാനിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ മുൻകൂട്ടി കണ്ട് സൂക്ഷിക്കുന്നവളാണ് യഥാർത്ഥ ബുദ്ധിമതി. കരുത്തയായ ഒരു സ്ത്രീ ഒരിക്കലും തന്റെ മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. എന്ത് പ്രലോഭനമുണ്ടായാലും ശരിയായ പാതയിൽ നിന്ന് അവൾ വ്യതിചലിക്കില്ല. സത്യസന്ധതയാണ് അവളുടെ ഏറ്റവും വലിയ അന്തസ്സ്. വിനയം അവളുടെ സ്വഭാവത്തിന്റെ ഭാഗമാണെങ്കിലും തന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നിനും അവൾ വഴങ്ങില്ല. ബഹുമാനം നൽകാനും അത് ചോദിച്ചു വാങ്ങാനും അവൾക്കറിയാം. ചതിയും വഞ്ചനയും തിരിച്ചറിയാനുള്ള ബുദ്ധിശക്തിയും അവയെ ധീരമായി നേരിടാനുള്ള മനക്കരുത്തുമാണ് അവളെ ഒരു ലേഡി സൂപ്പർസ്റ്റാർ ആക്കി മാറ്റുന്നത്. ചുരുക്കത്തിൽ ചാണക്യൻ വിഭാവനം ചെയ്യുന്ന കരുത്തയായ സ്ത്രീ എന്നത് സ്നേഹവും ബുദ്ധിയും ധൈര്യവും ഒത്തുചേർന്ന ഒരു വ്യക്തിത്വമാണ്. നമ്മൾ ഓരോരുത്തരിലും ഈ ഗുണങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് തിരിച്ചറിയുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഈ 10 ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചാൽ നമുക്കും ഒരു കരുത്തയായ വ്യക്തിത്വമായി മാറാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.